നബിദിനത്തിൽ ലീഗന്മാരുടെ തമ്മിലടി കണ്ട പടച്ചോൻ പോലും സഹിക്കില്ല. ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് നബിദിനത്തിലെ ഈ തമ്മിലടി. മുണ്ടുമൊഴിയിൽ നിന്നുള്ള ദൃശ്യമാണ്. നബിദിന റാലിക്കിടെ പ്രായം പോലും നോക്കാതെ സംഘടനയുടെ കൊടിയൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് പടച്ചോനെ മറന്നിട്ട് റോഡിൽ കിടന്ന് റാലി നടത്തിയവർ തമ്മിലടിച്ചാൽ എങ്ങനെയിരിക്കും? റാലി നടത്തിയവർ തന്നെ തമ്മിൽ തല്ലുന്ന ദൃശ്യത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോ ഈ ഭക്തി എന്ന് പറഞ്ഞാലും ഒരു തരം ഗ്രൂപ്പിസമാണ്. പടച്ചോനെ വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്ന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകനായ മുഹമ്മദ് നബിയെ ആലോചിച്ചാണ് ഈ തമ്മിലടി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കുന്ന ഒരു തരം കാപട്യമാണ്. അതിപ്പോ ലീഗുകാരുടെയോ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരല്ല, സകലമാണ്. അത് ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അടി, ക്ഷേത്രങ്ങൾക്കകത്തെ കൊള്ള, ക്രിസ്ത്യൻ പള്ളിക്കകത്ത് അധികാരത്തിന് വേണ്ടി നടന്ന അടി. ഈ അടുത്ത ദിവസം കോഴഞ്ചേരിയിൽ നിന്ന് പുറത്തു വന്നു. നേരെ ലോഹയിൽ പിതാക്കന്മാർ വരെ തമ്മിലടിക്കുന്നു. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായം പോലും നോക്കാതെ നബിദിനത്തിന്റെ പേരിൽ ഒരു റാലി നടത്തുമ്പോൾ ആ നടത്തുന്നവരുടെ മാനസിക ഐക്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തി കൊണ്ട് നമുക്ക് മാനസിക ഐക്യം പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെയും പല കാര്യങ്ങൾ കൊണ്ടുള്ള ഗ്രൂപ്പിസവും മറ്റവന് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന മാനസികാവസ്ഥയിൽ ഇവരൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ആ പേരിൽ ഇവർ തമ്മിലടിക്കുമ്പോൾ വിശ്വാസം എല്ലാവരെയും ഒരുപോലെ നിർത്തും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റായിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണ്. വിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്കിടയിൽ അത് നിറയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസം? ക്ഷേത്രങ്ങൾക്കകത്തിട്ട് ഹിന്ദുവിനെ തല്ലുന്നത് പോലെ, ക്രിസ്ത്യൻ പള്ളിക്കകത്തിട്ട് ക്രിസ്ത്യാനികളെ തല്ലുന്നത് പോലെ, മുണ്ടമുഴിയിലെ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരസ്പരം തമ്മിലടിച്ചെങ്കിൽ ഇവർക്കൊക്കെ ഇത്തരം ഇടങ്ങളിൽ അധികാര കസേരകൾ, അവിടത്തെ വരുമാനങ്ങൾ, ഇതിലൊക്കെ മാത്രമാണ് നോട്ടം. അല്ലാതെ പടച്ചോൻ എന്ത്, നബി എന്ത്? അതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മറവാണെന്ന് തെളിയിക്കുന്ന അവസ്ഥ. അവിടെ SDP ഒരു കൊടി കൂടി കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം എന്താണെന്ന് ഒന്നുകൂടി ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ലീഗന്മാരും SDP തമ്മിലുള്ള പോരായിട്ട് വേണം വിലയിരുത്താൻ. Madam,